നമസ്കാരം. നമ്മൾ ഇന്ന് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ന്യൂജേഴ്സിയിൽ വെച്ചിട്ട് ബയോമെട്രിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതെന്നെ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെല്ലാവരും കൂടി ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ഉണ്ടോ നമ്മൾ ഇറങ്ങണത്, ഒരു ഉച്ചക്കൊക്കെയാണ് ഫ്ലൈറ്റ് ഇവിടുന്ന്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കിനി വഴിയെ പറയാം. പിന്നെ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂറുള്ളൂ ഈ എയർപോർട്ടിലേക്ക്. പറഞ്ഞിട്ട് എന്താ കാര്യം, റോഡിലൊക്കെ എന്താ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കുറേ സമയം എടുക്കും ഇപ്പോൾ എയർപോർട്ടിലൊക്കെ എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം. അമേരിക്കയിലുള്ള ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂജേഴ്സിയിൽ വെച്ചൊരു തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പം നമ്മൾ നാട്ടിൽ വന്നുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലും ഒരു തവണ ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഹൈദരാബാദ് പോകുന്നത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. സൽക്കാര എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ചായയും കോഫിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ 2 ഡിഷസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ സ്റ്റൂവും അതുപോലെ തന്നെ ചിക്കൻ മുളകിട്ട കറിയും. പിന്നെ അതേ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടായിരുന്നു, പത്തിരി, അപ്പം, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പവും ചിക്കൻ സ്റ്റൂവൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഈ ഫുഡ് തന്നെയാണ് സ്ഥിരമായിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്യാറ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ വേഗം തന്നെ ഞങ്ങൾ പോവുകയാണ്. ഇനി ചെക്കിംഗ് ഒക്കെ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ധൃതി പിടിക്കണം. അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഒരു വായോട് തോന്നും. നമ്മൾ 3 ദിവസത്തേക്കാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്യണേണ്. അപ്പോൾ ഇനി പാർക്കിങ് തപ്പിയാണ് ഇങ്ങനെ നടക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി ഇടാനായിട്ട്. കുറേ ബാക്കിലായിട്ടാണ് നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതേ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങളിതേ ക്യൂവിൽ നിൽക്കുകയാണ് ബാഗ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് 2-3 തവണ വന്നിട്ടുണ്ട് കേട്ടോ ഹൈദരാബാദിക്ക്. കഴിഞ്ഞ തവണയും നമ്മൾ ഇതേപോലെ ബയോമെട്രിക്കിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോഴൊന്നുമല്ല, ഒരു 3 വർഷം മുമ്പ് ബയോമെട്രിക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അല്ലാണ്ടും നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിൻ്റെ വീഡിയോയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട്. ഇതേ ആ കാണുന്നതാണ് കേട്ടോ ഫ്ലൈറ്റ്. ഇൻഡിഗോനാണ് പോകുന്നത്. അപ്പം ഇനി നമുക്കിനി ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാം. ഏകദേശം 1.25 മണിക്കൂറാണ് ഹൈദരാബാദിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരമൊന്നും അങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കണ്ട, പെട്ടെന്ന് തന്നെ എത്തും ഹൈദരാബാദിക്ക്. ഫ്ലൈറ്റ് ജസ്റ്റ് അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ ഒരു മൂടിയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സൗണ്ടൊക്കെ ആയിരുന്നു. ഒന്നാമത്തേൽ കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്നു, ഈ മഴയും അതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു മൂടിയായിട്ടാണ് ഇരുന്നേച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് നൂഡിൽസ് വേണമെന്നും പറഞ്ഞ് നമ്മൾ അതാണ് ഓർഡർ ചെയ്തത്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരുന്ന്, അല്ലാതെ ഫുള്ള് ബോറിംഗ് ആയിരിക്കും ഈ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം 1.25 മണിക്കൂറുള്ളൂ, അതാണ് ഏക ഒരു ആശ്വാസം. വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും കഴിച്ച് നൂഡിൽസ്. അല്ലാതെ വേറെ എന്താണ്, ഈ ഫ്ലൈറ്റ് യാത്രയിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു നൂഡിൽസും പിന്നെ അതേക്കുറിച്ച് നട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ജ്യൂസ്, ഇതൊക്കെയാണോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരും ഞാനും അതൊക്കെ കഴിച്ചങ്ങനെ സമയം തള്ളി നീക്കി.
അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതേ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അങ്ങനെ അടിപൊളി പച്ചപ്പും ബിൽഡിങ്ങുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പകലുള്ള യാത്ര ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. രാത്രിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ പറ്റില്ല. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ ഫ്ലൈറ്റിൽ കുറച്ച് ബാക്കിലായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് വഴി ഇറങ്ങി ഇപ്പോൾ അതേ ബസ്സിലായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതിൽ പോയിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് കിടക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതേന്ന് കണ്ടില്ലേ, ഇത് ഈ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത്. നല്ല രസമുണ്ടല്ലേ. അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ എത്ര കണ്ടാലും മതിയാവില്ല. നല്ല രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നമ്മളിതേ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ഹൈദരാബാദ്. നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. എന്തു വലിയ എയർപോർട്ടാണെന്ന് അറിഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു എയർപോർട്ടാണ്. കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബാഗേജിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പുറത്തിറങ്ങിയപ്പോഴത്തേനും കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഊബർ വിളിക്കണം. ഊബർ അല്ലെങ്കിൽ ടാക്സി ഏതെങ്കിലും ഒന്ന് വിളിക്കണം. അങ്ങനെ നമ്മൾ ഊബറാണ് കേട്ടോ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൈസ വ്യത്യാസം ഭയങ്കര കൂടുതലാണ്. പിന്നെ മാത്രമല്ല കേട്ടോ, നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഫുള്ള് ടാക്സിക്കാർ നമ്മളിങ്ങനെ വന്ന് പൊതിയും. എങ്ങോട്ടാണ് പോകണ്ടേന്നും ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്താണ് ഇപ്പോൾ ഇതേ നമ്മളങ്ങനെ ഊബറിലൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ ഓൺലൈൻ ടാക്സിയും പിന്നെ മറ്റേ ടാക്സിക്കാരൊക്കെയാണ്. ഓല പിന്നെ അതുപോലെ തന്നെ ഊബർ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഓൺലൈൻ ആപ്പുകൾ. എനിക്ക് പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എപ്പോൾ വരുമ്പോഴും അതെ, ഞങ്ങൾ ഇതിനു മുമ്പ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വട്ടമിട്ടിട്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുക എങ്ങടാ പോകണ്ടേന്ന്. ഒരു ലേലം വിളി പോലെയാണ് ഓരോരുത്തർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മളെ താമസിക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് കേട്ടോ ആ റൂമിലേക്കുള്ള യാത്ര. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഇതിലെ ഡ്രൈവർ ഫുൾ ടൈം ഫോൺ വിളിയായിരുന്നു. ഫോൺ വിളിച്ചുകൊണ്ടാണ് ഈ ചേട്ടൻ വണ്ടി അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം. സാധാരണ വണ്ടി ഓടിക്കുന്ന ആൾ ഒരിക്കലും ഫോണൊന്നും ഉപയോഗിക്കില്ലല്ലോ. പക്ഷേ ഇത് ഫുൾ ടൈം ഇട്ടാ 1 മണിക്കൂർ യാത്രയിൽ ഫുൾ ടൈം ആൾ ഫോണിൽ തന്നെയായിരുന്നു. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഫോൺ വെക്കും, അത് കഴിഞ്ഞ് അടുത്ത ഫോൺ വരും. അങ്ങനെയൊക്കെയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വിജനമായ വഴി, പിന്നെ കുറച്ച് ബിൽഡിങ്ങുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഈ കാണുന്നതാണ് ഹൈദരാബാദിലെ ഐക്യ എന്ന് പറയണത്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് വന്നപ്പോൾ. പറഞ്ഞ പോലെ ഇതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ന്യൂ ജേഴ്സിയിൽ പോയപ്പോൾ ഐക്യയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എല്ലാ ഐക്യ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേ നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ താമസിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഫ്ലാറ്റിലാണ് എടുത്തേക്കുന്നത്. എയർബിഎൻബി വഴിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ റൂം. ഫസ്റ്റ് തന്നെ ഒരു ലിവിങ് റൂമാണ്. ഇങ്ങനെ സെറ്റിയൊക്കെ ഇട്ട് TV ഒക്കെ വെച്ചിട്ടുള്ള സാധാരണ നമ്മുടെ ഒരു വീട് പോലെ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ലിവിങ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ് ഹാളാണ്. ഇവിടെ അതേ കണ്ടില്ല, ഒരു വാഷ് ബേസിൻ ഏരിയ, പിന്നെ ഒരു കോമൺ ബാത്റൂം, ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കേട്ടോ ചെയ്തേക്കണം. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. കിച്ചണിലാണെങ്കിലും ഫുള്ളും പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും ഗ്യാസും ഫ്രിഡ്ജും ഓവൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡും ഒക്കെ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 2 ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിനുള്ളത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് അത്യാവശ്യം ഒരു വലിപ്പമൊക്കെയുള്ള മുറി തന്നെയാണ്. ഇതിൽ നിന്ന് ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഗേസ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്.
നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടുന്ന് പോകുന്നതല്ലേ, ലഞ്ചൊന്നും കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകിട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇത്രയും ലേറ്റായത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കണ്ടില്ലേ ഒരു കുഞ്ഞ് കടയൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ ഊബറൊന്നും കിട്ടണില്ല കേട്ടോ. ഞങ്ങൾ ഇതേ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര തിങ്ങി ബിൽഡിങ്ങുകളുള്ളൊരു ഏരിയയാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ താമസിക്കണ ഇത് ഇവിടെ ഹോസ്റ്റലുകൾ മൊത്തം ബിൽഡിങ്ങാണ്. നിങ്ങളുടെ ഒന്നും അങ്ങനെ ഊബർ കുറേ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ ഓട്ടോ നോക്കി, അതുമില്ല. എന്തെങ്കിലും കിട്ടേണേ കയറി ഫുഡ് കഴിക്കാൻ പോകുന്ന ഓർത്താണേ. 5 മണിയായി, ലഞ്ച് ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് കേരള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തൊന്നുമല്ല, ഒരു അരമണിക്കൂർ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്കങ്ങനെ ഒരു ഓട്ടോ കിട്ടിയൊക്കെയാണ്. ഓട്ടോക്കാരൊന്നും വന്നിട്ട് നിർത്തണേ ഇല്ല. അതുപോലെ തന്നെ ഊബറിൽ ടാക്സി വിളിച്ചിട്ടാണെങ്കിലും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഓട്ടോയിലുള്ള യാത്ര ഭയങ്കര രസകരമായിരുന്നു. കാരണം വെച്ചാൽ റോഡിൻ്റെ പിന്നെ പറയേ വേണ്ട, ഭയങ്കര കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുള്ളൊരു റോഡാണ്. പിന്നെ മാത്രമല്ല എൻ്റെ പിന്നെ തിരക്കിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് വലിയ തിരക്കാണ്. നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ തൊട്ടുമുട്ടി കാലുമ്മ കൂടി കയറി പോകുമെന്ന് വിചാരിക്കും. അതുമാതിരിയാണ് ഇതിലൂടെയൊക്കെ വണ്ടി പോണത്. അത്രയ്ക്ക് തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തൊക്കെ ഇത്രയ്ക്ക് തിരക്കുകൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാതിരത്തെ ഒരു തിരക്കാണ്ടോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഭയങ്കര തിരക്കൊക്കെ കൂടിയ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. കാരണം നമ്മളിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണമായിരുന്നു. ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റണ ഒരു ഇതൊന്നും ആയിരുന്നില്ല. നല്ല നല്ല ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര സാഹസികത നിറഞ്ഞിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഭയങ്കരമായിട്ട് പേടിച്ചു പോകും അതുപോലത്തെ ഒരു യാത്രയായിരുന്നു. കാരണം ഈ ഒരു തിരക്കേറിയ ഒരു റോഡിലൂടെയാണല്ലോ നമ്മൾ പോണത്. എന്തായാലും നന്നായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കും ഓട്ടോന് പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ്, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോനൊക്കെ പോകാൻ. അങ്ങനെയാണ് നമ്മൾ ഓട്ടോയിൽ കയറിയത്. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതും ഒരു ഭയങ്കര ഒരു തിരക്കുള്ള ഒരു റോഡ് സൈഡിൽ തന്നെ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻ്റ് അല്ല, നമ്മൾ വന്നേക്കുന്നത് ഇതിൻ്റെ മേളിലായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. നമ്മളങ്ങനെ വളരെ സാഹസികമായിട്ട് ഇവിടെ എത്തി. എന്തായാലും അടിപൊളിയായിരുന്നല്ലേ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പള്ളി ഉണ്ടെന്നോണം അവിടെ അടുത്ത്, ബാങ്ക് കൊടുത്തു. കിസ്മത്ത് എന്ന് പറഞ്ഞൊരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നേക്കണത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഫുഡുകളൊക്കെ തീർന്നോ എന്നാണ് ഇവർ പറയണത്. ബിരിയാണിയെങ്കിൽ ബിരിയാണി, പക്ഷേ കിട്ടിയ ബിരിയാണി എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മുടെ കേരളത്തിൽ കിട്ടണ നല്ല ദം ബിരിയാണി ആയിരുന്നു. അതേ ടേസ്റ്റ് ഓടുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരള റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ സാലഡും അച്ചാറ് പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ വന്നിട്ടാണെങ്കിലും ബിരിയാണി അധികമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ അതേ നമ്മൾ ചായയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ അതേ പഴംപൊരി ഒന്നും ഇവിടെ വന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാണല്ലോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട്, കാരണം വെച്ചാൽ മഴ ആയതുകൊണ്ടേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ നിങ്ങളെ കാണിക്കുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.